ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് FR Legends എന്ന് പറഞ്ഞ ഗെയിമാണ്. നമ്മൾ ഇതിനു മുമ്പ് റെപ്പോ എന്ന് പറഞ്ഞ ഗെയിം കളിച്ചായിരുന്നു. ഇപ്പോൾ നമ്മൾ കളിക്കാൻ FR Legends ആണ്. ഈ ഗെയിം അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടി, ഫുൾ മോഡിഫിക്കേഷൻ ചെയ്ത് വെച്ചേക്കണേ. പുറകിൽ സ്പോയിലറൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ ബാറ്റിലാണ് പോകണം. ബാറ്റിൽ പോയിട്ടുണ്ട്. നമ്മളാണ് ലീഡ് ചെയ്യണം. കറക്റ്റായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാനുണ്ട് ഗൈസ്. വളഞ്ഞു പോവാന്ന് പേടിയാണ്. ഓക്കെ, ഓപ്പോണൻറ്റ് നല്ല പോലെ ചേസ് ചെയ്യാനുണ്ട് ഗൈസ്. യെസ്, പിന്നെ കളി ജയിച്ചില്ല. ഇനി അടുത്ത റൗണ്ടാണ്. ഈ റൗണ്ടും കൂടി ജയിച്ച് ലാസ്റ്റ് ഒരു ഫൈനൽ ഇതുണ്ടാവും. ഇതും കൂടി പ്ലസ് ചെയ്തിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് അവർക്ക് പൈസ കിട്ടും ഗൈസ്. നമ്മൾ നല്ലപോലെ ചേസ് ചെയ്യാനുണ്ട്. ഇടിപ്പിച്ച് കഴിഞ്ഞാൽ മാർക്ക് കുറയും ഗൈസ്. ഈ പൊക്കത്ത് കൊടുത്തേക്കണേ നമ്മുടെ പേര് ഈ ലെഫ്റ്റ് സൈഡിൽ, അതാണ് മാർക്ക് ഗൈസ്. ചെറുതായിട്ടൊന്നും അവൻ്റെ വണ്ടിയിലോട്ടൊന്ന് മുട്ടി ഗൈസ്. ലാസ്റ്റ് ഫൈനൽ മാർക്ക് നോക്കാം. ഫൈനൽ മാർക്ക് നോക്കിയത് നമുക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയേക്കണം. കാരണം നമുക്ക് 800 രൂപ കിട്ടിയ ഗൈസ്. അടുത്ത കളിക്ക് പോയിട്ടുണ്ട്. ഇതിലും നമ്മൾ തന്നെ ലീഡ്. പിന്നെ ഓപ്പോണൻറ്റ് A ആണ് ഗൈസ്. എന്നാലും A നല്ലോണം കളിക്കും ഗൈസ്. ഓപ്പോസിറ്റ് ഡ്രിഫ്റ്റിന് ആ റൗണ്ട് എടുക്കാൻ പറ്റില്ല. ആ റൗണ്ടിനാണ് കാര്യം. റൗണ്ട് എടുത്താലാണ് മാർക്കൊക്കെ കിട്ടണം ഗൈസ്. മാർക്ക് കുറവാണ് ഗൈസ്. പ്രാവശ്യം ചേസാണ്. നമ്മ അതിൻ്റെ പുറകെ ചേസ് ചെയ്യണം. മുമ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. ഓപ്പോസിറ്റ് ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ മാർക്ക് കുറഞ്ഞു ഗൈസ്. ചിലപ്പോൾ അവൻ ജയിക്കാൻ സാധ്യതയുണ്ട് ഗൈസ്. പണി പാടുമോന്നൊരു സംശയം ഗൈസ്. പിന്നെ അവൻ്റെ വണ്ടിക്ക് ഇട്ടിട്ട് ഗൈസ് ഞാൻ സ്പീഡിൽ പോയില്ല. എൻ്റെ വണ്ടി ഫുൾ ടർബോ എഞ്ചിനൊക്കെ കയറ്റി ഭയങ്കര സ്പീഡാണ്. ആർ ജയിക്കുമെന്ന് ഇപ്പോൾ കണ്ടറിയാം ഗൈസ്. ഗൈസ് ഓപ്പോസിറ്റാണ് ഗൈസ് ജയിച്ചത്. ഓപ്പോണൻ്റാണ് ജയിച്ചത്. അടുത്ത കളിക്ക് പോവാം. വണ്ടിയുടെ ഫ്രണ്ടിൽ അവൻ്റെ വണ്ടിയായിട്ട് തട്ടിയിട്ട് സ്ക്രാച്ച് വന്നിട്ടുണ്ട് ഗൈസ്. അടുത്ത കളിക്ക് പോണതിന് മുമ്പ് നമുക്കൊന്ന് ശരിയാക്കാം, റിപ്പയർ ചെയ്യാം. എല്ലാം അടുത്ത് തന്നെയാണ് പോണം ഗൈസ്. ആ റൗണ്ട് കിട്ടിയോന്നൊരു സംശയം. ഓപ്പോസിറ്റ് ഡ്രിഫ്റ്റും കിട്ടി ഗൈസ്. ഓപ്പോസിറ്റ് വളഞ്ഞു പോയി നൈസായിട്ട്. കുഴപ്പമില്ല, എങ്ങനെയും പിടിക്കാൻ നോക്കാം. ഗൈസ് മര്യാദക്ക് ചേസ് ചെയ്യാം ഗൈസ്. ഇപ്പോൾ മുട്ടിയാനാണ് വേണ്ടി പുകയത് കാരണം ഒന്നും കാണാനും പറ്റുന്നില്ല ഗൈസ്. ജയിച്ചിട്ടുണ്ട്. കണ്ടറിയാം ആർക്കും ഏറ്റവും കൂടുതൽ മാർക്കും. ഗൈസ് അയക്കാണ് ഗൈസ്. ഒരു ഇച്ചിരി വ്യത്യാസം. നമുക്ക് നമ്മുടെ റിപ്പയർ ചെയ്യാം. 266 ആണ് വന്നേക്കണം. നമ്മുടെ ടയർ തീരാറായി. നമ്മൾ പുതിയ ടയർ വാങ്ങിച്ചിടാൻ വേണ്ട ഗൈസ്. നമ്മ അപ്ലൈ ചെയ്തൊക്കെയുണ്ട്.
പഴയ ടയറാകുമ്പോൾ എടുത്ത് വെക്കും ഗൈസ്. ഗൈസ് ഓക്കെ ഗൈസ്, ഇപ്പം 100% ഫുള്ളാണ്. നമുക്ക് അടുത്ത കളിക്കുമോ? ബോഡി കിറ്റിലൊന്ന് നോക്കട്ടെ ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇത് വേണമെന്ന് കമൻറ്റ് ചെയ്യട്ടോ. കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഇതാണ്, നിങ്ങൾ പറ, ഞാൻ അതേപോലെ എടുക്കാം. അപ്പം അടുത്ത കളിക്കുമോ നമുക്ക്? അപ്പുറത്തെ ഇച്ചിരി ഫുൾ മോഡിഫൈഡ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് കറക്റ്റായിട്ട് തന്നെയാണ് പോകണം. ഒപ്പോണത്തെ കാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഈ റൗണ്ട് വെച്ചിട്ടുണ്ട്. അടുത്ത ചേസാണ്. ചേസിനും കൂടെ നല്ല മാർക്കുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകും പോയിന്റ്. അപ്പുറത്തെ വണ്ടി കണ്ട ഗൈസ്, ഒന്നുമില്ല, ലൈറ്റും ഇല്ല, ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ പഴയ കാർ ഇതേപോലെ തന്നെയായിരുന്നു. ഓക്കെ ഓക്കെ, ഇടിച്ചില്ലേ എന്ന് പറഞ്ഞായിരുന്നു പോയച്ചിപ്പം. എൻ്റെ പുക കാരണമെങ്കിൽ എനിക്കൊന്നും കാണാനും പറ്റണല്ലോ. ഓക്കെ, പറയാം പോയിന്റ് എത്ര. എനിക്കാണ് മാർക്ക് 800 റേറ്റ്. അടുത്ത റേസിന് പോയമ്മ. ഈ ഗെയിമിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റാണ്. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ തന്നെ ഡ്രിഫ്റ്റാണ്. അത് ഡ്രിഫ്റ്റാണ് മെയിൻ ഗൈസ്. അറിയാതെ വാളിലോട്ട് ഇടിച്ചു പോയി. ബിഗ് ആക്ടിവിറ്റി ഗൈസ്. ഇനി ചേസാണുള്ള ജയിക്കാൻ സാധ്യത കുറവാ. ഈ ട്രാക്കിൽ നിന്ന് പുറത്തോട്ട് പോയി ഗൈസ്. ഈ കളി പോയതാണ് ഗൈസ്. ഈ കളി പോയതാണ് ഗൈസ്. ബിഗ് ഇമ്പാക്റ്റ് കിട്ടിയതാണ് ഗൈസ് ഏറ്റവും വലിയ പ്രശ്നം. ജയിച്ചേസ്. ജയിച്ചേസ്. ഈ കളി നമ്മൾ എന്തായാലും പിടിച്ചു. ഫ്രണ്ടിൽ ഇച്ചിരി ഇടിച്ചിട്ടുണ്ട്, അത് നേരത്തെ ബിഗ് ഇമ്പാക്റ്റ് പറഞ്ഞു. ഈ കളി നമ്മൾ എന്തായാലും പിടിക്കും ഗൈസ്, എന്ന് ഉറപ്പാണ്. ഈ കളി എന്തായാലും പിടിക്കും. കളി എന്തായാലും പിടിക്കും. കറക്റ്റായിട്ടൊക്കെ തന്നെ പോകണം. യെസ്, ലീഡ് ശരിയാക്കിയിട്ടുണ്ട്. ചേസും കൂടി ചെയ്യണം. ഭാഗ്യത്തിന് അവൻ്റെ ഡോറിലോട്ട് എൻ്റെ മിറർ മുട്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കളി എന്തായാലും പിടിക്കുന്നു. പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കളി പിടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് പോയിന്റ്. അടുത്ത കളിക്ക് അയ്യോ, നമ്മുടെ ഫ്രണ്ടിലെ ചളുക്ക് മാറ്റാൻ മറന്നത് ഗൈസ്. അടുത്ത കളിക്ക് നമുക്ക് മാറ്റാം.
ഗൈസ് ഒരു പോയിന്റ് കിട്ടിയില്ല ഗൈസ്, എടുക്കാൻ പറ്റില്ല. ചേസാണ് നമ്മുടെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓപ്പോണൻ്റ് കാറ് പൊട്ടക്കാറെന്ന് തോന്നി, നൈസായിട്ടൊന്ന് അടിച്ച്. നല്ല ഇടി ഇടിച്ച് ഗൈസ് അവൻ്റെ കാറിലോട്ട്. ഗൈസ് ജയിച്ച് ഗൈസ് നമ്മുടെ ഫ്രണ്ട് ബമ്പർ നൈസായിട്ട് പോയിട്ടുണ്ട് ഗൈസ്. ഞാൻ വീണ്ടും മറന്നുപോയി ഗൈസ് റിപ്പയർ ചെയ്യാൻ. ഈ കളി എന്തായാലും പിടിച്ചിരിക്കും ഗൈസ്. ലീഡ് കറക്റ്റായിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി ചേസും കൂടി മര്യാദക്കിയത് നമ്മൾ കളി. പിടിച്ചാൻ അവൻ്റെ കാറിയിട്ട്. അപ്പുറത്ത് മിസ്സാ. ഗൈസ് ഇടിച്ച് ഗൈസ്. ചേസ് മൊത്തം പോയി ഗൈസ്. ആര് ജയിക്കുമെന്ന് ഇപ്പം അറിയാം ഗൈസ്. നമുക്കൊരു കളിയും കൂടി അടുത്ത റേസിന് പോയിട്ടുണ്ട് ഗൈസ്. ബാക്ക് ഇടിച്ചെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. സ്ട്രേറ്റ് ബിഗ് ഇമ്പാക്റ്റ് ഇട്ട് ഗൈസ്. അവിടെ ചെന്നടിച്ച് ഗൈസ്. ചേസെങ്കിലും പിടിച്ചാലും ശരിയാവില്ല ഗൈസ്. ഗൈസ് ആരെയൊക്കെയാണ് കണ്ടത് ഗൈസ്. കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഹോമിൽ പോയിട്ട് വണ്ടി ശരിയാക്കാം. നമ്മളെ ബമ്പറൊക്കെ കിടക്കണുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇനി അതിൻ്റെ പ്രശ്നമാണ്. ആ വണ്ടി ശരിയാക്കിയിട്ടുണ്ട്. ഒന്നും കൂടി പോയി നോക്കാം. ഇനി വണ്ടി ഇങ്ങനെ ബമ്പറൊക്കെ പോയതിൻ്റെ ടർബോനോരോ സംഭവിച്ചാൽ അതിൻ്റെ പ്രശ്നം അറിയാൻ പാടില്ല ഗൈസ്. നമ്മൾ ഒന്നും കൂടി പോയിട്ടുണ്ട് ഗൈസ്. ലീഡ് നല്ലോണം ചെയ്തേക്കണ്ടേ. ഇനി ചേസും കൂടി ചെയ്യണം. വാളിറ്റ് ബാക്ക് നൈസായിട്ട് അടിച്ച് പിടിച്ചാൻ.
ആര് ജയിച്ചത് ഇപ്പോൾ കണ്ടറിയാം. നമ്മൾ ജയിച്ച് ബാക്കിൽ ഇവിടെ സ്ക്രാച്ച് ഉണ്ട് ഗൈസ്, പൊട്ടി. ഈ വീഡിയോ ഇവിടെ ചേർത്ത് കാണാം ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റ ബൈ ബൈ.